ചങ്ങായി ഓരോ സ്ഥലം മനുഷ്യങ്ങൾ അനുസരിക്കുന്നു. ഊരാട് പൊട്ടിക്കൊണ്ട് വണ്ടൂരാണോ അത് നിലമ്പൂരോ? അല്ല, നിലമ്പൂരിൽ നിന്നാണ് കുറെ ഉള്ളോട്ട് ഇടയ്ക്കാ പോകണം. വണ്ടൂരൊന്നല്ല, അത് ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്. ഇതിന് പരിപാടി ഒന്നും കിട്ടിയിട്ടില്ല. എന്താ കിട്ടുമായിരിക്കില്ല. അവിടെ പോയാൽ തന്നെ ഇവരെന്തെങ്കിലും പറയാം നിങ്ങളോട്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഭയങ്കര പാടായി. മഴയത്ത് വണ്ടിയൊന്നും ഇല്ലാണ്ട് എങ്ങനെ പോകണം? ചങ്ങായിനോടൊരു വണ്ടി എടുക്കുക. അറിയും മഴക്കാലത്ത് ഇത് പ്ലസ് 4 ഞാനെന്തായാലും കുറച്ച് ദിവസം കൂടി നോക്കും. ചങ്ങായി എങ്ങനെ അർഷാദ് ബോസുമ്പളെ നിലമ്പൂര് ഊരാട് പൊട്ടിക്കൊണ്ട് കോളനി അറിയാം? അതറിയില്ല. ചങ്ങായി തന്നെയാ അർഷാദല്ലേ? എന്നിട്ട് ഹലോ, ഞങ്ങൾ ബസ് സ്റ്റാൻഡില്ല. ബസ്സൊന്നും കിട്ടിയില്ല. ബസ് അറിയാം, ബസ്സുകാരോട് ചോദിച്ചിട്ടുണ്ട്. സ്ഥലമൊക്കെ പറഞ്ഞു. അല്ല, നിലമ്പൂരാണോ അല്ലെങ്കിൽ വണ്ടൂരോ? കൂരാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ബസ്സുകാർ പറഞ്ഞു കൂരാട്. അവിടെ ഒരു പട്ടിക്കുണ്ട് കോളനി ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു കുണ്ട് കോളനി ഉണ്ട് എന്നാണ്. ഞങ്ങൾ ചെറിയ കൺഫ്യൂഷനില്ല. ആയിക്കോട്ടെ, എടുക്കും, സംഗതിയൊക്കെ എടുത്തു തരാം ഞങ്ങൾ. ആയിക്കോട്ടെ. ഉണ്ട്, മൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. ശരി. ആള് ബസ് ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ മുമ്പിൽ സീറ്റിലിരിക്കുന്ന ആൾ ഗൾഫുകാരനാണെന്ന് തോന്നുന്നു. ഗൾഫുകാരനുണ്ടോ KSRTC? അയാൾ ആ ബാഗിൻ്റെ മേലുള്ള ടാഗ് കണ്ടില്ലെങ്കിൽ ആ ഗൾഫുകാരനാണെങ്കിലും ഗൾഫ് സ്റ്റോറിയിലേക്ക് 2 ബൈറ്റ് കിട്ടുക. ശരിയാണ്. എന്തായാലും വേണ്ടില്ല, ഈ ക്യാമറയും മൈക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടൊരു ഉച്ചാകുമ്പോൾ എത്തേണ്ടതാണ്. ഇന്നാളെ പോയിട്ട് മൈക്ക് കളഞ്ഞ് പിന്നെ ഒരുപാട് പ്രശ്നമായി ഓർമ്മില്ലേ? അതെ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ വിളിക്കാം. ഓക്കെ, പറയൂ. ആ പട്ടിക്കുണ്ട് കോളനി കുറെ ദൂരെ, ഒരുപാട് ഞങ്ങൾ 2-3 ബസ്സൊക്കെ കയറി അവിടെ എത്തുമ്പോൾ അങ്ങനെ കോളനി ഒരുപാട് കൺഫ്യൂഷനൊക്കെ കൂടിയായി. പിന്നെ അവിടുന്ന് കാര്യമായിട്ട് ഒന്നും സാറ് പറഞ്ഞ പോലെ ഒന്നും എടുക്കാനോ ഇല്ല. അല്ല, അതൊരു ചെറിയ സാധനം കിട്ടാനല്ലേ വന്നിനെ. ഞങ്ങൾ വേറൊരു നമ്മള് ഗൾഫ് സ്റ്റോറിക്കൊക്കെ പറ്റിയൊരു സാധനം ഞങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഒരാളെ കണ്ടപ്പോ ഒരാളെ കിട്ടി. അപ്പൊ അയാളെ ഗൾഫ് സ്റ്റോറിക്കൊക്കെ ഒരു പറ്റിയ സാധനം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറിന് രാത്രി ഇരുന്നപ്പോ ഏതായാലും മഴ തന്നെയല്ല, ഇത് പറ്റുന്ന വിചാരിച്ചേ. കിട്ടിയിട്ടില്ല ആദിവാസികളെ കിട്ടൂല, എന്തായാലും കിട്ടൂലേ. അങ്ങനെയാണ്. അതാ ഞങ്ങൾ ബസ്സൊക്കെ കുറെ ബസ്സൊക്കെ കയറി അവിടെ എത്തി. അങ്ങനെ ഒരു കോളനി ഇല്ല, ഹരിജൻ കോളനി പട്ടിക്കൊണ്ടൊന്നും ഇല്ല. ഇവര് എന്തോ ഒരു സാധനം പറ്റിയ സാധനം അതൊന്നും നമുക്ക് നോക്കിയാലോ, നോക്കാൻ പറ്റും. നോക്കിയാലോ, നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് നോക്കിയാലേ. നോക്കട്ടെ. ഞാൻ ഇന്നലെ
റിയാദ് ടു കൊളംബോ ടു കാലിക്കറ്റ് അങ്ങനെ വന്നു. 2 വർഷം കൂടുമ്പോഴേ വരില്ല. പിന്നെ ഉമ്മാക്ക് പറഞ്ഞ സുഖമില്ല ഇതിലടക്കുക ഒന്ന് കണ്ടുപോകുന്നില്ല. കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് 10-12 വർഷം വിദേശി ആയതുകൊണ്ട് കൂടുതൽ ബന്ധമില്ല. ഇപ്പോൾ ഒക്കെ മാറ്റം വരുത്താം. 2 വർഷം കഴിഞ്ഞ് കാണില്ല, അപ്പോൾ ഒരു മാറ്റം വരും. നമുക്കൊരു അനുഭൂതിയാണത്. കൂളിംഗ് ഗ്ലാസ് കണ്ടാൽ നമ്മൾ ഉപയോഗിക്കില്ല. കൂട്ടുകാർ കാണുമ്പോൾ ഒന്നിങ്ങനെ ഒക്കെ വെച്ചിട്ടൊന്നിങ്ങനെ അത് താടിയൊക്കെ ആഗ്രഹങ്ങളല്ല. ഞാൻ പള്ളിയിലായിരുന്നു, മദ്രസിലും പള്ളിയിലൊക്കെ. പേരിലൊരു മുസ്ലിയാരാണ്, മുസ്ലിയാരല്ലെങ്കിലും പേരിലൊരു മുസ്ലിയാരാണ്. ഇവിടെ ഇത് 250 റുപ്യ. പിന്നെ ഒറ്റവട്ടുണ്ട്, 5 ലോട്ടുണ്ട്, 10 ഉണ്ട്. ഒരാളെ കുറച്ച് കാശായിട്ട് അയക്കാണ്. പിന്നെ മറ്റൊരാൾ കുറച്ച് സാധനങ്ങളായിട്ട്, വീട്ടുകാർക്ക് കുറച്ച് ഇലക്ട്രോണിക്സ് സാധനം, പിന്നെ തുണി ഐറ്റങ്ങളൊക്കെ, വസ്ത്രങ്ങളൊക്കെ. അങ്ങനെ 2 ആള് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിപ്പോൾ ഉച്ചക്ക് അവിടെ എത്തുന്നുള്ള പ്രതീക്ഷയിൽ കാത്തിക്കണം, വെയിറ്റ് ചെയ്തിരിക്കണം. ഞാൻ ഒരിക്കലും വരുന്ന അറിഞ്ഞിട്ടില്ല. സസ്പെൻസ് ആണ്. ഈ സാധനങ്ങളായിട്ട് നിൽക്കണം. അപ്പൊ സമയമായി തുടങ്ങി, അവിടെ എത്തേണ്ട സമയമായി തുടങ്ങി. അവരിപ്പോ 1 മണിന്റെ മുമ്പായിട്ട് സസ്പെൻസ് ആയി. അതിന് വേറെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോവാ. ഞങ്ങൾ 2 ആളും പൈസക്ക് വരുന്ന ആളും സ്നേഹിതനും സാധനം കൊണ്ടുവരുന്ന സ്നേഹിതനുമായിട്ട് നിങ്ങൾ 2 ആളും നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങൾ നമ്പർ വിളിച്ചു തരാം. ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ള വിവരം വിളിച്ചു തരാം. നിങ്ങൾ നമ്പർ പരിചയമില്ല മാഷെ. ഇപ്പൊ 2 വർഷം കണ്ട് കാണല്ലേ. എന്താ വിഷയം? ഒന്നുമില്ല, വെറുതെ ഒന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കണം. രസമല്ലേ? ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഒന്നുകൂടെ വെറുതെ ഒരു രസം. 324-918 ഇന്നലെ വരെ വിളിച്ച് സംസാരിച്ച നമ്പറല്ല. നേരത്തെ കോഡ് നമ്പർ എങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് വിളിക്കുമ്പോൾ ഇവിടുത്തെ കോഡ് നിങ്ങൾ സാധാരണ കോഡില്ലേ? ആണല്ലേ. 0493 ഒന്ന് ജാസ്റ്റിന്റെ വീട്ടിൽ കൊടുക്കണം. അല്ല, ജവാരിക്ക് ഒന്ന് എൻ്റെ വീട്ടിൽ. ഇപ്പൊ എൻ്റെ വീട്ടിലാണ് പക്ഷെ എൻ്റെ നമ്പർ അറിയും. അത് ഓൻ ഇതിനെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് വീട്ടിൽ വിളിച്ചിട്ട് ബൈജു നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ കാശ് അനിയൻ കാശ് കൊടുത്ത ആളാണ്. അപ്പൊ ഒരു 1 മണിക്ക് മുമ്പായിട്ട് വീട്ടിലെത്തുന്നതാണ് കേട്ടോ. തൊട്ടടുത്ത് വിടുന്നേ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി. എന്നെ കുഞ്ഞാണിന്നാണ് വിളിക്കുന്നത്. കുഞ്ഞാണിന്നാണ് വിളിക്കുന്നില്ല. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞാണി കൊടുത്ത. ഹലോ, ഇത് നമ്മളെ കുഞ്ഞാണീൻ്റെ സുഹൃത്താണ്. കുഞ്ഞാണീൻ്റെ സുഹൃത്ത് ബൈജു. ഞാൻ ഗൾഫിൽ നിന്ന് മൂപ്പര് പറഞ്ഞയച്ചാ. അപ്പോൾ ഇപ്പോൾ മൂപ്പര് വീട്ടിലൊരു വിവരം പറയാനും ഒരു പൈസ കൊടുക്കാനൊക്കെ ഉണ്ട്. ഞാൻ വേറെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിലമ്പൂരെത്തി. അങ്ങോട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും കിട്ടുമോ? അവിടെ നിന്ന് ആരെയും അല്ല, അത് വഴി നമുക്ക് പറഞ്ഞു തന്നിട്ട് കൃത്യമായിട്ട്. നിങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആരെയും വിളിക്കുക? കുഞ്ഞാണീൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് വേഗം വിളിക്കുക. കട്ട് ചെയ്ത് വിളിക്കുക.
ആ കുഞ്ഞാണീൻ്റെ ആരാ ആണല്ലേ, കുഞ്ഞാണീൻ്റെ വൈഫല്ലേ. ഞങ്ങൾ കുഞ്ഞാനെ അവിടെ നിന്ന് പറഞ്ഞയച്ചേന്, എനിക്ക് കുറച്ച് പൈസ തരാനും പിന്നെ വേറൊരാളും കൂടി ഉണ്ട് എൻ്റെ കൂടെ. മൂപ്പർക്ക് കുറച്ച് സാധനം തരാൻ. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ എത്തും, കുറച്ച് കഴിയുമ്പോഴത്തെ അവിടെ എത്തും. നമ്മൾ എത്ര മണിക്ക് എത്തും ഇവിടെ? ആയിക്കോട്ടെ, ഊണൊക്കെ ആക്കി അതല്ലേ ഞങ്ങൾ അവിടെ എത്തണ്ടേ. എന്തായാലും ഒരു മണിയാവില്ല അവിടത്തെ, ഏകദേശം 1 മണിയാവും. ഞങ്ങളിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുള്ളൂ. അല്ല, ഞങ്ങൾ ഇവിടെ ബസ്സിലാണ് വന്ന്, ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വാഹനം വെച്ച് വരും. ആ ശരി, ഓക്കെ. കുറച്ച് റിയാലും ഉണ്ട്, റിയാലും എടുത്തോടെ എന്നാ പണി. വൈജുവിന് വിശപ്പുണ്ടോ? 1 മണിക്കന്നെ ഭക്ഷണം ഞങ്ങൾ ഗൾഫുകാരാണ്. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു ചിലപ്പോൾ 3 മണിക്ക്, ചിലപ്പോൾ 4 മണിക്ക്. നിങ്ങളെ വീട്ടിലേക്ക് ഒന്നിച്ച് വീട്ടിലേക്ക് കയറൂല, ഒന്നിച്ച് കയറില്ല. നിങ്ങളെ കുറച്ച് മാറി നിൽക്കും. നിങ്ങളെ കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങുന്നത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിൽ പോയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഫോണിലൂടെ പറഞ്ഞ പോലെ ഞങ്ങൾ കുഞ്ഞാണിക്ക് തന്ന പൈസയാണ് മൂപ്പര് സാധനമായിട്ട് വന്നാണ് മാറി. അങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാണ്ട് കയറി വരുന്നു. അപ്പം അതിൻ്റെ ഒരു മൊത്തം അത് അവിടെ നിന്ന് പറയാൻ പറ്റുള്ളൂ, എന്താ സംഭവിക്കുക, ഒരു ആഹ്ലാദം എന്താണ്. അപ്പം അത് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ത്രില്ലല്ലേ. അപ്പം നിങ്ങളിത് ഈ വീട്ടിൽ അറിയിക്കാണ്ട് വരാനുണ്ടായ കാരണം എന്താ ശരിക്കും? അത് എന്താ കാരണം തന്നെ തീരുമാനിച്ചെന്ന് മാത്രം. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നി, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും ആയിക്കൂടാന്നില്ല. 12 വർഷത്തിൽ 5-6 വട്ടം പോയതാണ്. അപ്പൊ ഒരു മാറ്റം ഇങ്ങനെയൊന്നും ആയാലെന്താ അറിയിക്കാന്ന് അങ്ങനെയല്ലോ. ഇങ്ങനെ പോകുമ്പോ ഒരു സംതൃപ്തി വേറെ തോന്നുക, നിങ്ങൾക്ക് തോന്നുന്നില്ല? അത് മറ്റേത് നമ്മൾ അറിഞ്ഞു പറഞ്ഞു പോകാറുണ്ട്, അതൊക്കെ അത് വേറൊരു. എന്നാലും പ്രതീക്ഷിക്കല്ല, ഇത് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി നമ്മൾ ചെല്ലുമ്പോ സ്വാഭാവികമായിട്ട് പക്ഷേ 2 കൂട്ടർക്ക് അനുഭൂതി ഉണ്ടാവും. ഗൾഫ് പോകേണ്ട ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭൂതിയെങ്കിലും അനുഭവിക്കാമല്ലോ അല്ലെ. അവിടെ കഷ്ടപ്പെട്ടു മാറ്റം വരുത്തി നമ്മള്. താടിയൊക്കെ നേരത്തെ വലിയ താടിയൊക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റം വരുത്തി. പിന്നെ നമ്മളിത് പറയണില്ല, പിന്നെ ഗൾഫ് കഴിച്ചാണ് മുടി കള്ളി പൊളിഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വരുത്തോണ്ട് ഒരു സിനിമ സ്റ്റൈല് പിന്നെ അതൊന്നും എൻജോയും ചെയ്യാലോ. ആഗ്രഹങ്ങളല്ലേ. അങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുമ്പോഴാണ് നമ്മളെ ബസ്സിന്ന് കാണുന്നത് അല്ലേ. മൊത്തം സിനിമ സ്റ്റൈലായി. ഞാൻ നേരത്തെ കുഞ്ഞുണ്ണിയാക്കാന്റെ ഏട്ടൻ, കുഞ്ഞാണ്ണിയാക്കാന്റെ അമ്മോസാക്ക, അത് പൊങ്ങളെ കൂട്ടി എല്ലാരും വിളിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ വേറെ മൂപ്പര് ഇന്നലെ വിളിച്ചിന്. വിളിച്ചിരുന്നു. എന്താ പറഞ്ഞേ? ഇങ്ങനെ ആള് വരുന്നുണ്ട്, പാതാറിന് ആള് വരുന്നുണ്ടല്ലേ. ഞാൻ വന്നതിന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തും. വെള്ളം കുടിച്ചോ. മൂപ്പര് എവിടെ? മൂപ്പര് കോഴിക്കോട്. ഇരുന്ന് കുടിക്കാനെങ്കിൽ ഇത് അമ്മായിന്റെ വലിയ മകൾ. അവിടുന്ന് വന്ന രണ്ടാളും അവിടുന്ന് വന്ന
കുഞ്ഞാണി ഞാൻ പറഞ്ഞില്ലേ ഓൻ തട്ടി ഓൻ പറഞ്ഞതാണ് കുഞ്ഞാണി ഉണ്ടാവും ഞങ്ങളോട് എന്തേ പറഞ്ഞ് അപ്പ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞാണി ഉണ്ടോ ഒലപ്പെട്ടോ എളുപ്പം ചെല്ലും എഴുതു പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ലമ്മ അല്ലാ കുട്ടികളൊപ്പം നോള് സ്കൂൾക്കും പറഞ്ഞയച്ചു അത് അങ്ങനത്തെ ഇതൊക്കെ ഒരു ചരിത്രത്തിലൊരു ഏടല്ല അമ്മായി ഞാനൊക്കെ ഇന്നത്തെ എപ്പോഴെത്തിയത് അമ്മായി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഉമ്മാനെ കാണാൻ വേണ്ടി നല്ല മുഹൂർത്തത്തിലല്ലോ സത്യം ഞങ്ങള് കണ്ടുമുട്ടിയവരോട് പറയണ്ട അമ്മായി ഇതൊരു വലിയൊരു കഥ തന്നെയാണ് ഞങ്ങൾ അമ്മായിക്കളും കൂടി അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം ഞാൻ കുത്തി അമ്മായി വരുന്നില്ല പോയി ഇങ്ങോട്ട് പോകുന്നതാ അമ്മച്ചി എന്നോട് പറഞ്ഞത് നീ നോണ പറഞ്ഞിക്കല്ലേ എന്നോട് ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചിനെ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരോന്ന് ഇന്നലെ വിളിച്ചപ്പോഴേ എന്നോട് വരെ പറഞ്ഞില്ലേ ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ സംഭവം നമ്മളെ മൂപ്പർക്ക് ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ സിനിമയല്ലത്. ആ ഫോട്ടോ വരുന്ന ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ തരും. അപ്പൊ അങ്ങനത്തെ ഒരു ഫോട്ടോ ആ ക്യാമറാമാൻ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഫോട്ടോ കൊണ്ടാണ് വരിക, ഫോട്ടോ കൊണ്ടാണ് വരിക എന്നോട് എന്തായാലും വിളിച്ചിട്ട്. ഇപ്പഴാണ് എനിക്ക് ബോധ്യപ്പെട്ട ആ ഫോട്ടോ അങ്ങനെ ഉണ്ടല്ലോ. അതെന്താ വെച്ചാ ഇത് ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾ വലിയ വണ്ടി മണ്ണാട് കുളിച്ച് കാശ് തോത്തടിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു സാധാരണക്കാരൻ ബസ്സിലാണ് പോയിരുന്നു. ഇപ്പൊ അവിടെ ഞാൻ പോകുമ്പോൾ ലാൻഡ് ക്രൂസ് എനിക്ക് വേണമെങ്കിൽ വിളിച്ചൂടെ, എനിക്ക് എന്നാലും വണ്ടി വിളിച്ച് എന്നെ കൊണ്ടാൽ എനിക്ക് വീക്കായിട്ടില്ല. അതിന് 900, 1000, 2000 കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ശരിയല്ല. അതുപോലെ ശരിക്കും വിശകലനം ചെയ്തിട്ട് ഒരു മാതൃകാ പുരുഷനായിട്ട് നമുക്ക് അറിയപ്പെടാം. ഓ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്റെ അടുത്തുനിന്ന് 2 ആള് വരുന്നുണ്ട് അവിടേക്ക്. അപ്പൊ ഓലക്ക് ഇല്ല ഒരു സദ്യ അവിടെ ഉണ്ടാക്കണം, ഓല ചോറ് കൊടുക്കാതെ അവിടുന്ന് വിടരുത് എന്ന്. അപ്പൊ പെണ്ണുങ്ങളുണ്ടോ ഓലൊപ്പം ഒന്ന് ചോദിച്ചാ ഇല്ല. പിന്നെ ഓനവിടെ വണ്ടി കുത്തിരുന്ന് ബലുണ്ട് കയറിയെന്ന് ബല ഉരുളിച്ചങ്ങനെ കണ്ടപ്പോ ഞാൻ ഔട്ടക്ക് ഒന്നുകാണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് നല്ല കേട്ടത് കുഞ്ഞാണി ഓലപ്പുണ്ട് ചോന്റെ വർത്താനം കൊണ്ട് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പൊ ഓട് കയറിയെന്ന് പറഞ്ഞു. ഇതിപ്പോ ഒരു അത്ഭുതം തന്നെയാണ് ഓലെ വരവ്. ചെല്ലാൻ പറ്റില്ല. അസ്സലാമലൈക്കും പറയും. അസ്സലാമലൈക്കും അറിയോ ആരാണ്? ആരോ ഇവിടെ ഒരു മോളി ഞാൻ അടിയിൽ നീ മേല് തെറ്റാണ് കേട്ടോ. പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാം പഠിക്കണം കേട്ടോ. അതെ ആമുഖമായിട്ടൊന്നും പറയണമെന്നില്ല. എനിക്കിപ്പോ ഒരു താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നാട്ടി കൊടുത്തിട്ട് ആൾക്കാരെ കൂട്ടി കാശുണ്ടാക്കി. പക്ഷെ അത് നമ്മള് ഒന്നാമത് മതം അംഗീകരിക്കൂല, രണ്ടാമത് ശരിയല്ല. അങ്ങനെയാണ്. എത്ര ഉണ്ട് ഇതിൽ? 1, 2, 3, 4, 5, 6. 6 എത്ര നമുക്ക് എണ്ണാക്കി തരാം? എണ്ണം ചുരുങ്ങുമല്ലോ. 1, 2, 3, 4, 5, 6 ഉണ്ടോ? 1 ഇട്ട്
അപ്പൊ എത്ര ഞാൻ നോക്കാം 1 2 3 4 5 അപ്പോൾ 6 ആദ്യം എണ്ണം വന്നു കൂടി നമുക്ക് എന്താക്കാം ഇങ്ങനെ എടുത്തിടാം അപ്പോൾ എണ്ണം ചുരുങ്ങൂല 2 3 4 കുറഞ്ഞിട്ടില്ല ഒന്നുകൊണ്ടൊക്കെ 1 2 3 4 ആക്കി തരാം 5 കണ്ടോ 1 2 3 4 കാണാനല്ലോ മാജിക്ക് പൊളിയാൻ പറ്റുമല്ലോ കണ്ടോ ഒരാവശ്യം കാണിക്കുമ്പോൾ ആക്കി തരണ്ട ഇതാ എന്താ കാരണങ്ങളും ശരിക്കും നോക്കണില്ല 1 2 3 4 1 2 3 കൈ ഗൾഫൊന്നും വന്നിട്ട് കൈ ശരിക്കും എണ്ണാൻ കിട്ടില്ല ഇതുണ്ടോ 2 പോലെ ഇത് സെപ്പറേറ്റ് ഇത് സെപ്പറേറ്റ് തമ്മിലൊരു ബന്ധമല്ല രണ്ടും ഓക്കെ നമ്മൾ ചെയ്യാൻ പോണത് അടുത്ത് പിടിച്ച് ജോയിന്റ് ആവണില്ല രണ്ടും വ്യത്യസ്തമാണ് ഓക്കെ അമ്മയുടെ കണ്ണെന്ന് കേട്ടോ അടുത്തായതുകൊണ്ട് ഈ തല വലിച്ചു ഈ തല വലിച്ചു നോക്കാം നമുക്ക് പത്ത് സമയമൊക്കെ വീണ്ടും നമ്മൾ ഈ തല വലിക്കണം അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാണ് ലാസ്റ്റ് ഒന്ന് ബാക്കി വെക്കും നേരം ഫോളും ചെയ്താലും അങ്ങനെ തന്നെ കാണാം അപ്പോൾ ഇതിനങ്ങനെ കയറ്റാം നമുക്ക് ചെയ്യുമ്പോൾ പിടിക്കാം ഉണ്ടോ മാഷ ഉണ്ടോ അപ്പൊ കയറിപ്പോയി ഉണ്ടോ അങ്ങനെ ചോദിക്കുന്ന വിഷമമുണ്ടോന്ന് പിന്നല്ലേ അപ്പൊ ഉണ്ടാവുന്നാണല്ലോ അർത്ഥമല്ലേ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടാവില്ല തോന്നുന്നു എന്തോ അറിയില്ല പെണ്ണുങ്ങളാവുമ്പോഴേ അന്നേരം വിളിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചത് എന്താ എൻ്റെ അനുഭവം കണ്ടപ്പോ കണ്ടപ്പോ എന്താ അനുഭവം ഇതൊക്കെ തന്നെ അനുഭവം കാണുന്നത് അങ്ങനെയല്ലേ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ കുടുംബത്തോടൊപ്പം തന്നെ കഴിയണം തന്നെ നമ്മളൊക്കെ ആഗ്രഹം പിന്നെ ഇപ്പോൾ സാഹചര്യത്തിന് സമ്മർദ്ദം ആകുമ്പോൾ പുറത്തിരിഞ്ഞ് പോവാണ് പിന്നെ വേറെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ ഗൾഫുകാരുടെ അവസ്ഥ